രാവിലെ തന്നെ പൊതിച്ചോറ് കെട്ടലുണ്ട് മെയിൻ പരിപാടി. വാഴയില വെട്ടി വാട്ടി ചോറിട്ടു, പിന്നെ പയർ, ചമ്മന്തി, മുളക്, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ 2 കഷ്ണം മീൻ, ഇതെല്ലാം വെച്ച് പൊതിച്ചോറ് ചേട്ടായിക്ക് പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണേ. ഞാനല്ല കെട്ടുന്നത്, ചേട്ടായി തന്നെയാണ് കെട്ടുന്നത്. കാരണം ഞാൻ കെട്ടിയാൽ ശരിയാകില്ല, ചോറ് അവിടെ ഇല വേറെ സ്ഥലത്ത് ഇരിക്കും. അതുകൊണ്ട് ചേട്ടായി തന്നെ കെട്ടും. പിന്നെ ഒന്ന് ചേട്ടായി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ മേലൊന്ന് കഴുകി ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയേ. ലിഫ്റ്റിക്കും പിന്നെ ചെറിയ പൊട്ടും കണ്ണും ഒന്ന് എഴുതിയേ. വീട്ടിലേക്ക് അങ്ങനെ ചെയ്യാറില്ല, ലിഫ്റ്റിക്കൊന്നും ഇടാറില്ല. പക്ഷേ ഇപ്പം ചെറുതായിട്ട് വരച്ചിട്ടുണ്ടേ. പിന്നെ തുണി അലക്കി പിരിച്ചേ. 5-6 ഉണ്ടായിരുന്നു, അതെല്ലാം കുഞ്ഞിൻ്റെയും ചേട്ടായിയുടെയും ഉണ്ടായിരുന്നു. പിന്നെ പരിക്കാവെല്ലാം ഒന്ന് തുടച്ചിട്ടേ. പിന്നെ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഫ്ലാസ്കിലങ്ങ് ഒഴിച്ച് വെച്ചു. അല്ലെങ്കിൽ അവന് ആഴ്ച കഴിയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ പാല് കലക്കാൻ വേണ്ടി, ലാക്ടോജൻ കലക്കാൻ വേണ്ടി മെയിനായിട്ട് കൊടുത്തില്ലെങ്കിൽ കിടന്ന് കാറും. പിന്നെ ക്യാരറ്റും ഏത്തപ്പഴം കൂടെ മിക്സിയിലിട്ട് അരച്ച് അത് അതിൻ്റെ ഒരു മിക്സാണ് കൊടുക്കുന്നത് ഇപ്പോഴേ. അതിനുശേഷം പിന്നെ ഞാൻ അവനെ ഉറക്കിയതിന് ശേഷം പിന്നെ നിലവിളക്കൊന്ന് കഴുകി ആ തട്ടും ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചേ. നിലവിളക്കും തുടച്ച് ഞാൻ വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം എല്ലാം വെള്ളം പിടിച്ച പോലെ ഇരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് ഇച്ചിരി ചോറുണ്ടു, മുട്ടയും പയറും അതും ഇതെല്ലാം കൂട്ടി ചോറ് തിന്നെ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാനും കുഞ്ഞിനും മേലൊന്ന് കഴുകി. അവന് പനിയാണ്, അവന് മരുന്നും കൊടുത്തു. പിന്നെ തുണിയെല്ലാം പെറുക്കാനുണ്ടായിരുന്നു, അതെല്ലാം പെറുക്കി മുറ്റം ഒന്ന് തൂത്ത് വാരിയിട്ടു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ചേട്ടായി കടയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേന് പൊറോട്ടയും ചിക്കനും കൊടുത്ത് കറിയും വെച്ചു. പിന്നെ ഞങ്ങൾ പൊറോട്ട വെച്ചപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.